പ്രിയപ്പെട്ടവരെ, നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ 69ാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അന്യനാടുകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ധാരാളം അധിനിവേശ സസ്യങ്ങൾ ഉണ്ട്. ഇവയെ പൊതുവെ IAS പ്ലാന്റ്സ് അഥവാ ഇൻവാസീവ് ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നു. കൊങ്ങിണിയും പാർത്തീനിയവും കാട്ടപ്പയും കമ്മൽപ്പൂവും ഒക്കെ അത്തരത്തിൽപ്പെട്ട സസ്യങ്ങളാണ്. ആ കൂട്ടത്തിലെ ഭീകരനായ ഒരു സസ്യമാണ് ആനത്തൊട്ടാവാടി. വളരെയേറെ വിനാശകാരിയായ ആനത്തൊട്ടാവാടിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൈമോസ ഡിപ്ലോട്രിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ലെഗുമിനോസേ എന്ന വലിയ സസ്യതറവാട്ടിലെ അംഗമാണ്. ഫാബേസിയേ സസ്യകുടുംബത്തിലെ ഉപകുടുംബമായ മൈമോസിഡേ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഈ സസ്യത്തെ പാണ്ടിത്തൊട്ടാവാടി എന്നും വിളിക്കുന്നു. 2.5 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിൻ്റെ മറ്റു പേരുകളാണ് ജയൻറ്റ് സെൻസിറ്റീവ് പ്ലാന്റ്, ജയൻറ്റ് ഫാൾ സെൻസിറ്റീവ് പ്ലാന്റ്, ക്രീപ്പിംഗ് സെൻസിറ്റീവ് പ്ലാന്റ്, നിളാഗ്രാസ് എന്നിവ. വിഷകാരിയും അധിനിവേശ സസ്യവുമായ നിളാഗ്രാസ് ഇന്ന് ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ ഉഷ്ണമേഖലാ രാജ്യങ്ങളിൽ പടർന്ന് പിടിച്ച് വളരുന്നു. അതായത് സസ്യം പാൻട്രോപ്പിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നു. 1869 ചാൾസ് റൈറ്റ് എന്ന അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ് ഈ സസ്യത്തെക്കുറിച്ച് ആദ്യമായി വിശദീകരിച്ചത്. സസ്യത്തിൻ്റെ സ്പീഷീസ് നാമധേയമായ ഡിപ്ലോട്രിക്ക എന്ന വാക്ക് പുരാതന ഗ്രീക്ക് ഭാഷയിലെ ഡിപ്ലൂസ് എന്ന വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ഡബിൾ ഹെയർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അമേരിക്കയിൽ ഡോർമിലോണ ഡിപ്ലേയ, സ്പാനിഷിൽ റാസ്പാൻസില, ഫ്രാൻസിൽ ഗ്രാൻഡെ സെൻസിറ്റൈവ, ക്യൂബയിൽ സെൻസിറ്റൈവ ട്രിപ്പഡോറ, ബ്രസീലിൽ സെൻസിറ്റൈവ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ സസ്യം സൗത്ത് ഏഷ്യയിൽ ആനത്തൊട്ടാവാടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓസ്ട്രേലിയ, മെലനേഷ്യ, മൈക്രോനേഷ്യ, പോളിനേഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഓഷ്യാനയിൽ ഈ സസ്യം നിളാഗ്രാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നേരെ നിവർന്നു വളരുന്ന ഈ സസ്യത്തിന് മറ്റു സസ്യങ്ങളുടെ മുകളിലൂടെ വളഞ്ഞ് വളർന്ന് അവയുടെ വളർച്ചയെ തടയാനുള്ള കഴിവുണ്ട്. സസ്യകാണ്ഡത്തിൽ ഉടനീളം നിരനിരയായും കൂട്ടമായും മൂർച്ചയേറിയതും വളഞ്ഞു വളരുന്നതുമായ മുള്ളുകൾ ഉണ്ട്. ഇവയ്ക്ക് 3 മുതൽ 6 മില്ലിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. മുള്ളുകൾ ഏറ്റാലുള്ള വേദന ആനയ്ക്ക് പോലും അസഹ്യമായതിനാലാണ് സസ്യത്തിന് ആനത്തൊട്ടാവാടി എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്റർ ഉയരമുള്ള പ്രദേശങ്ങളിൽ വരെ വളരുന്ന ഈ സസ്യത്തിൻ്റെ യഥാർത്ഥ ഉറവിടം എവിടെയാണ് എന്നത് തർക്കവിഷയമാണ്. എങ്കിലും നോർത്ത് അമേരിക്കയിലെ ഉഷ്ണമേഖല, ഉപോഷ്ണമേഖലാ പ്രദേശങ്ങളാണ് എന്ന് കരുതപ്പെടുന്നു. ഇലകൾ ബൈപ്പിന്നേറ്റ് രീതിയിലും തിളങ്ങുന്ന പച്ച നിറത്തിലും ഉള്ളവയാണ്. അവ കാണ്ഡത്തിൽ ഓൾട്ടർനേറ്റ് രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഓരോ ഇലയിലും 20 ജോഡി ചെറിയ ഇലകൾ, ലീഫ്ലെറ്റ്സ്, എതിർദിശകളിൽ ക്രമീകരിച്ചിരിക്കുന്നു. അവയ്ക്ക് 6 മുതൽ 12 മില്ലിമീറ്റർ നീളവും 1.5 മില്ലിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. മൈമോസ പുഡിക്ക എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന
തൊട്ടാവാടിയുടെ ഇലകൾ പോലെ ഇവയും സ്പർശനത്തോട് പ്രതികരിക്കുന്നവയാണ്. പൂക്കൾ വിളറിയ പിങ്ക് നിറത്തിൽ കൂട്ടമായി വീർത്തിരിക്കുന്ന പന്ത് പോലെ കാണപ്പെടുന്നു. അവ 12 മില്ലിമീറ്റർ വിസ്തൃതിയുള്ളതും ഇലകൾ ചേരുന്ന ഭാഗത്ത് ചെറിയ തണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്നവയുമാണ്. പൂക്കൾ പിന്നീട് അല്പം വളഞ്ഞ രീതിയിൽ കാണപ്പെടുന്ന വിത്ത് പോടുകളുടെ കൂട്ടമായി മാറുന്നു. ഓരോ വിത്ത് പോടിനും ഏതാണ്ട് 10 മുതൽ 35 മില്ലിമീറ്റർ നീളവും 6 മില്ലിമീറ്റർ വീതിയും ഉണ്ടായിരിക്കും. വിത്തുകൾ അണ്ഡാകൃതിയിലുള്ളതും പരന്നതുമാണ്. ഓരോ വിത്തിനും 2 മുതൽ 2.5 മില്ലിമീറ്റർ നീളവും 0.6 മുതൽ 1.4 മില്ലിമീറ്റർ കനവും ഉണ്ടായിരിക്കും. അവ നേരിയ ബ്രൗൺ നിറത്തിൽ കാണപ്പെടുന്നു. ഒഴുകുന്ന വെള്ളത്തിലൂടെയും വസ്ത്രങ്ങളിൽ പറ്റിപ്പിടിച്ചുമാണ് വിത്ത് വിതരണം സാധ്യമാവുന്നത്. വിത്തുകൾക്ക് അനേക വർഷം നിദ്രാവസ്ഥയിൽ കഴിയാൻ സാധിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ വളരുന്ന ഈ സസ്യത്തിന് ഏതു തരം മണ്ണിലും കാലാവസ്ഥയിലും വളരാൻ സാധിക്കും. നിയന്ത്രിക്കാതെ വളരാൻ അനുവദിച്ചാൽ ചുരുങ്ങിയ കാലം കൊണ്ട് മനുഷ്യനും ജീവജാലങ്ങൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം കനത്തിൽ അവ വളരും. സസ്യത്തിൻ്റെ എല്ലാ ഭാഗവും മേഞ്ഞു നടക്കുന്ന ജീവജാലങ്ങൾക്ക് വിഷകരമാണ്. ഇളം തണ്ടുകളിൽ ധാരാളമായി കണ്ടുവരുന്ന മൈമോസിൽ എന്ന പദാർത്ഥമാണ് വിഷബാധയ്ക്ക് കാരണം. വളരെ പെട്ടെന്ന് കോളനിയായി വളരുന്ന ഈ സസ്യത്തെ അമേരിക്കയ്ക്ക് പുറത്ത് ജാവ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ 1900-ൽ കണ്ടെത്തി. 1929-ൽ ക്യൂൻസ്ലാൻഡിലും ഓസ്ട്രേലിയയിലും സസ്യം എത്തിച്ചേർന്നു. 1936-ൽ ഫിജിയിലും 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഹവായ് ഉൾപ്പെടെ പസഫിക് ദ്വീപുകളിലും ആഫ്രിക്കയിലും ഈ സസ്യം എത്തിച്ചേർന്നു. വർഷം മുഴുവൻ പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ഈ സസ്യം നീണ്ടു നിൽക്കുന്ന കടുത്ത വേനലിൽ നശിച്ചു പോകുന്നു. വിത്തുകൾ അടുത്ത മഴക്കാലത്ത് വീണ്ടും മുളച്ചു വരുന്നു. മറ്റു ചെടികൾക്ക് വളരാൻ പറ്റാത്ത വിധം തായ്തടിയിൽ പറ്റിച്ചേർന്നാണ് ഈ പാഴ്ചെടികൾ വളരുന്നത്. നാഷണൽ പാർക്കുകളിലും വന്യജീവി സങ്കേതങ്ങളിലും സ്വാഭാവിക വനമേഖലകളിലും ഒഴിഞ്ഞ പറമ്പുകളിലും സസ്യം വളർന്ന് വ്യാപിക്കുന്നു. നിളാഗ്രാസ് എന്ന ഈ സസ്യം പ്രാദേശിക സസ്യ ഇനങ്ങൾക്കും ജൈവ വൈവിധ്യത്തിനും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇവ വളരുന്നുണ്ടെങ്കിൽ മുളച്ചു വരുന്ന സമയത്ത് തന്നെ പിഴുതു നശിപ്പിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇവയുടെ അനിയന്ത്രിതമായ വളർച്ച തടയാൻ സാധിക്കും. അതുവഴി പ്രാദേശിക സസ്യജാലങ്ങളുടെ വളർച്ച ഉറപ്പാക്കാനും സാധിക്കും. സേവ് അവർ ലോക്കൽ പ്ലാന്റ്സ്. വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.